മഞ്ജുവിന്റെ സിനിമാ ജീവിതമൊക്കെ മാറി മറിഞ്ഞത് സല്ലാപം സിനിമയുടെ റിലീസിന് ശേഷമാണ്. സാക്ഷ്യം എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയ്ക്ക് തുടക്കം കുറിച്ച സല്ലാപം താരം തൂവൽ കൊട്ടാരം എന്ന ചിത്രത്തിലൂടെയാണ് മലയാളത്തിലെ മുൻനിര നടിയായി മാറിയത്. ദിലീപിനൊപ്പം മഞ്ജു വാര്യർ ആദ്യം ചെയ്ത സിനിമ എന്ന പ്രത്യേകതയും സല്ലാപത്തിനുണ്ട്. സിനിമയിൽ രണ്ട് നായകന്മാരായിരുന്നു മഞ്ജുവിനുണ്ടായിരുന്നത്. ഒന്നിൽ ദിലീപും മറ്റൊരാൾ മനസ്ക് ജയനുമായിരുന്നു. മഞ്ജു ഇന്ന് ജീവനോടെ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണെങ്കിൽ അതിന് കാരണക്കാരൻ മനസ്ക് ജയനാണ്. സല്ലാപം ഷൂട്ടിംഗ് സമയത്ത് മഞ്ജുവിനോടൊപ്പം താൻ നെഞ്ചിടിപ്പോടെ ഷൂട്ടിംഗ് ചെയ്ത രംഗത്തെക്കുറിച്ച് മനസ്ക് ജയൻ ഒരിക്കൽ തുറന്നു പറഞ്ഞു. സല്ലാപത്തിന്റെ ക്ലൈമാക്സ് സീനുകൾ ഒന്നാണ്. അപകടമായ രീതിയിലാണ് മഞ്ജു ആ സീനിൽ അഭിനയിച്ചതെന്നും നടൻ വെളിപ്പെടുത്തുകയായിരുന്നു. "ഞാനൊരു പടത്തിൽ ആരോടും മത്സരിക്കാറില്ല. എനിക്ക് കിട്ടുന്ന കഥാപാത്രത്തോട് സഞ്ചരിക്കാൻ ശ്രമിക്കുക എന്നത് മാത്രമേ ചെയ്യാറുള്ളൂ." സല്ലാപത്തിൽ മഞ്ജു വാര്യർക്ക് ഞെട്ടിച്ചു കളഞ്ഞു. പുതിയൊരു കുട്ടിയായിരുന്നു. കോമ്പിനേഷൻ സീൻ ചെയ്തപ്പോൾ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് ഇവിടൊന്നും നിൽക്കില്ലെന്ന്. അപാര ആക്ടറാണ്. ആദ്യ സിനിമയിൽ അഭിനയിക്കുകയാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള അപാര പെർഫോമൻസുകളായിരുന്നു മഞ്ജുവിൻ്റേത്. ലാസ്റ്റ് സീനിൽ "ഞാനില്ലായിരുന്നേ മഞ്ജു ഇന്നില്ല." മഞ്ജു തന്നെ ഇക്കാര്യം എഴുതിയിട്ടുമുണ്ട്. "ഞാൻ പിടിച്ചില്ലായിരുന്നെങ്കിൽ തീവണ്ടിക്ക് അടിയിൽ പോയേനേം. എൻ്റെ കയ്യിൽ നിന്ന് ഒരു സമയത്ത് മഞ്ജു വഴുതിപ്പോയിരുന്നു. എൻ്റെ ആരോഗ്യം വെച്ച് മഞ്ജുവിനെ പിടിച്ചു നിർത്താൻ കഴിയില്ലെന്നായിരുന്നു ആ കഥാപാത്രത്തിന്റെ ബാധ മഞ്ജുവിൽ കയറിയതായിരിക്കാം. ആലോചിക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നു." 10-24 ദിവസത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞാണ് ക്ലൈമാക്സ് എടുക്കുന്നത്. ആത്മഹത്യ എന്നത് ഒറിജിനൽ ആത്മഹത്യ എന്ന അവസ്ഥയിലേക്ക് പോയാൽ പറ്റില്ലല്ലോ. സീൻ എന്താണെന്ന് മനസ്സിലാക്കി കൺട്രോൾ ചെയ്ത് അവിടെ കട്ട് ചെയ്ത് നിർത്താൻ സാധിക്കണം. അന്ന് എൻ്റെ കയ്യിൽ നിന്ന് വഴുതി വീണെങ്കിൽ മഞ്ജു ട്രെയിൻ അടിയിൽ പോയിട്ടുണ്ടാകും. ഞാൻ വിട്ട് കഴിയുമ്പോൾ അവിടെ നിൽക്കണം മഞ്ജു. അതായിരുന്നു ആക്ടിങ്. പക്ഷേ ഞാൻ വിട്ടില്ലായിരുന്നെങ്കിൽ കാര്യം പോയേനേം. അത്ര ബലമായിരുന്നു മഞ്ജു പിടിച്ചുകൊണ്ടിരുന്നത്. ഞാൻ പിടിക്കാൻ നോക്കിയിട്ടൊന്നും ഒരു രക്ഷയുമില്ലാതെ മഞ്ജു കുതറുകയായിരുന്നു. പിന്നെ ട്രെയിൻ ഒരു കാന്തശക്തിയാണെന്ന് പറയുന്നില്ലേ. സ്പീഡിൽ പോകുന്ന ട്രെയിനിനടുത്ത് നിന്നാൽ അതിനുള്ളിലേക്ക് നമ്മളെ വലിക്കും. ഹാൻഡിലിൽ നെറ്റിയൊന്ന് ഇടിച്ചാൽ പോലും ആള് തീരും. ആ ഷോട്ടൊന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതിയെന്ന പോലായി. ഞാൻ ആകെ വിഷമിച്ച് തളർന്ന് അവശനായി പോയി. ശരിക്കും ഒരെണ്ണം കൊടുത്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. പടത്തിൽ ഞാൻ മഞ്ജുവിനെ അടിക്കുന്നുണ്ട്. അടിച്ചാൽ പോലും കുഴപ്പമില്ല. കാരണം അത്രയധികം ഞാൻ കഷ്ടപ്പെട്ടു പോയി. ആ സീൻ പക്ഷേ നന്നായി. എല്ലാവരും ക്ലാപ്പ് ചെയ്തു എന്നാണ് മഞ്ജു മനസ്ക് ജയൻ പറഞ്ഞത്. സമ്മാനം എന്നൊരു സിനിമയിൽ മഞ്ജുവിനോടൊപ്പം മനസ്കൻ വീണ്ടും അഭിനയിച്ചിട്ടുണ്ട്. സല്ലാപത്തിൽ റെയിൽവേക്ക് കീമാന്റെ റോളിലായിരുന്നു മനസ്ക് ജയൻ. തുടക്കത്തിൽ എല്ലാവർക്കും വെളുപ്പുളവാക്കുന്ന കഥാപാത്രമാണെങ്കിലും സിനിമ അവസാനിക്കുമ്പോൾ പ്രേക്ഷക മനസ്സിൽ ഇടം നേടുന്ന മനോജിന്റെ ദിവാകരൻ എന്ന കഥാപാത്രം